ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു മുട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുട്ട പച്ചത്തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 2 സവാള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, 2 പച്ചമുളക്, 1/2 കപ്പ് തേങ്ങ, 2 തണ്ട് കറിവേപ്പില ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ ഉപ്പ് ഈ സമയത്ത് ഈ സവാളയിലേക്ക് ചേർക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള അല്പം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പിന് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 4-5 കഷ്ണം ചുമന്നുള്ളി, അതായത് നമ്മുടെ ചെറിയ ഉള്ളി, അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് തേങ്ങയും ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇതിൽ ചേർത്തിരിക്കുന്ന ടൊമാറ്റോ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാനതൊരു കളർഫുള്ളിന് വേണ്ടി ചേർത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കറിക്ക് ടൊമാറ്റോ നിർബന്ധമില്ല. ഞാനിനി അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ കറിക്ക് ആവശ്യമായ മുട്ട പുഴുങ്ങി 4ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഓരോന്ന് 4ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ മുട്ടക്കറിക്ക് ഒരുപാട് വെള്ളം ചേർക്കരുത്. ഒരു കുറുകിയ പരുവത്തിനാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഇത് കറി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊരു തിള വരുമ്പോഴത്തേക്കും നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ മുട്ട പച്ചത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മുട്ട പച്ചത്തീയൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇത് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ എന്തിൻ്റെ കൂടെയും വളരെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.